അഴുക്ക് വെള്ളം വരുമ്പോൾ ടാപ്പ് മാറ്റിയത് കൊണ്ട് ശുദ്ധജലം കിട്ടൂലല്ലോ. ശുദ്ധജലം കിട്ടണമെങ്കിൽ ആ ടാപ്പിലേക്ക് വെള്ളം വരുന്ന ആ ടാങ്ക് വൃത്തിയുള്ളതാവണം. ആ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യുന്ന വെള്ളം ശുദ്ധമായ വെള്ളമായിരിക്കും. നമ്മൾ സാധാരണ നമ്മുടെ മക്കളെക്കുറിച്ച് പലതരത്തിലുള്ള ആവലാതികൾ പറയാറുണ്ട്. മക്കളുടെ വളർച്ചയിൽ, അവരുടെ വ്യതിചലനങ്ങളിൽ, മാർഗഭ്രംശങ്ങളിലൊക്കെ, അല്ലെങ്കിൽ പുതിയ അവരുടെ ഒരു ട്രെൻഡിനെ കുറിച്ചൊക്കെ നമ്മൾ പല രീതിയിലുള്ള സംസാരങ്ങൾ പങ്കുവെക്കാറുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കേട്ട് പഠിക്കുന്നതിനേക്കാൾ, വായിച്ച് പഠിക്കുന്നതിനേക്കാൾ പലപ്പോഴും അവരുടെ സ്വഭാവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അനുഭവിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ അവർ കണ്ട് മനസ്സിലാക്കുന്നതിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് നമുക്കറിയാലോ. തത്വങ്ങൾ അവർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് പാഠശാലകളിലോ പോയി പഠിക്കുമ്പോൾ വീടുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എന്താണ്? ആ അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ആ കുട്ടികളുടെ വളർച്ചയെ വലിയ അർത്ഥത്തിൽ സ്വാധീനിക്കും. നമ്മുടെ പ്രായത്തിലും നമ്മുടെ തലമുറയിലും പെട്ട ആളുകളിൽ എന്തെങ്കിലും നല്ല ശീലങ്ങളും ഗുണങ്ങളും ഉണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, നമ്മുടെ മുതിർന്നവരിൽ നിന്ന് നമ്മൾ സ്വായത്തമാക്കിയതാണ്. നമ്മുടെ മക്കളിൽ അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ആളുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിചലനങ്ങൾ നമ്മൾ കാണുന്നുവെങ്കിൽ അവരാരിൽ നിന്നാണ് അത് പകർത്തിയതും പരിശീലിച്ചതും എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ഒരു മനുഷ്യന്റെ സ്വർഗവും നരകവും അവന്റെ മാതാപിതാക്കളാണ്. രണ്ടർത്ഥത്തിൽ നമുക്കിതിനെ മനസ്സിലാക്കാം. ഒന്ന്, മാതാപിതാക്കളോടുള്ള അനുസരണം, അവരോടുള്ള സ്നേഹം, അവരോടുള്ള ബഹുമാനം, അവരോടുള്ള വിധേയത്വം, അതാണ്, അല്ലെങ്കിൽ അവരോടുള്ള പരിചരണം, അവരോട് കാണിക്കുന്ന കാരുണ്യം, ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ സ്വർഗത്തിന് കാരണമായതെന്ന്. അല്ലാത്ത സന്ദർഭത്തിൽ അവന്റെ നരകത്തിന് അത് കാരണമായി തീരും എന്ന് മനസ്സിലാക്കാം. എന്നാൽ അതിൻ്റെ ഒരു മറുവായന എന്ന് പറയുന്നത്, മാതാപിതാക്കളിൽ നിന്ന് അവൻ ലഭിക്കുന്ന പാഠങ്ങൾ, അവൻ പരിശീലിക്കുന്നത്, അതാണ് അവന്റെ സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്നത്. റസൂൽ പഠിപ്പിച്ചതുപോലെ ഓരോ കുട്ടിയും ശുദ്ധ പ്രകൃതിയിലാണ് ഭൂമിയിലേക്ക് പിറവിയെടുക്കുന്നത്. പിന്നെ അവന്റെ മാതാപിതാക്കളാണ് അവൻ ആരാവണം, അവൻ എന്താവണം, എങ്ങനെ ആവണം എന്ന് തീരുമാനിക്കുന്നത്. വീട്ടിൽ നിന്ന് നല്ല ശീലങ്ങൾ, മാതാപിതാക്കളിൽ നിന്ന് നല്ല പാഠങ്ങൾ, മക്കൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം, ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ച് സന്തോഷകരമായ വർത്തമാനങ്ങളായിരിക്കും നമുക്ക് കേൾക്കാനും കഴിയുക. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.